Hi students, optical communication first video ആണിത്. മൊഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള, ഒപ്റ്റിക്കൽ മീൻസ് ലൈറ്റ് അല്ലേ, ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം ഞാൻ ഇട്ടേക്കുന്ന സ്ലൈഡ് എന്ന് വെച്ചാൽ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ മീഡിയം വെച്ചിട്ടാണ്. ഗൈഡഡ് മീഡിയവും അൺഗൈഡഡ് മീഡിയവും. ഗൈഡഡ് മീഡിയം എന്ന് വെച്ചാൽ ഒരു വയർ യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഒരു ഗൈഡഡ് മീഡിയം ഉണ്ടെങ്കിലാണ് അത് ഗൈഡഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അൺഗൈഡഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയറോ കണക്റ്റിംഗ് കേബിളോ ഒന്നും കാണത്തില്ല, എന്താണ്, വയർലെസ് ട്രാൻസ്മിഷൻ ആണ്. ത്രൂ എയർ ആണെങ്കിൽ അതിനെ അൺഗൈഡഡ് മീഡിയ എന്ന് പറയും. ഗൈഡഡ് മീഡിയയുടെ എക്സാമ്പിൾ ആണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കൊയാക്സിയൽ കേബിൾ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇതിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലാണ് ശരിക്കും ലൈറ്റ് വേവ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇനി ട്വിസ്റ്റഡ് പെയർ കേബിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് പെയർ ഓഫ് കേബിൾസ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ വഴി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, കറണ്ടോ എന്തെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. കൊയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ ഒരു കേബിളിനുള്ളിൽ വേറൊരു കേബിൾ വെച്ചിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ആന്റിന കാണും, റിസീവിംഗ് ആന്റിന കാണും. അൺഗൈഡഡ് ആണ്, അതായത് ത്രൂ എയർ ആയിരിക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അടുത്ത ഇതിൽ ട്വിസ്റ്റഡ് പെയർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതായത് വേവ്സ്, ഇലക്ട്രിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യുന്നു, ആ ട്വിസ്റ്റഡ് പെയർ വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, ലോസി ആണ്, അതായത് ഒരുപാട് ലോസസ് ഉണ്ടാവും, ഡേറ്റ റേറ്റ് വളരെ കുറവായിട്ടുള്ള സിസ്റ്റം ആണ് ട്വിസ്റ്റഡ് പെയർ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെലിഫോൺ ലൈൻസ് ആണ്. നമ്മൾ ട്രഡീഷണൽ ടെലിഫോൺ ലൈൻസ് കൊയാക്സിയൽ കേബിൾസ് ആണ്, നമ്മൾ ലാൻഡ് ഫോൺ അല്ല. ഓക്കെ, ഇനി അടുത്തത് കൊയാക്സിയൽ കേബിൾ ആണ്. കൊയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ ഒരു കേബിളിനകത്ത് വേറൊരു കേബിൾ വരുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് കൊയാക്സിയൽ കേബിൾ. അതിനകത്ത് വോൾട്ടേജ് കാണിച്ചിരിക്കുന്നുണ്ടോ? വോൾട്ടേജിന്റെ ഒരു പൊളാരിറ്റി അകത്തുള്ള കേബിളിലും അടുത്ത പൊളാരിറ്റി അതിന്റെ വെളിയിലുള്ള ഷീൽഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇങ്ങനത്തെ വയേഴ്സ് വരുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷൻസിലാണ് ഈ ഒരു കൊയാക്സിയൽ കേബിൾ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡേറ്റ റേറ്റ്സ് മറ്റേ ട്വിസ്റ്റഡ് പെയറിനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പിന്നെ EMI എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ് വളരെ കുറവായിരിക്കും. ലോസും മോഡറേറ്റ് ആയിരിക്കും, ട്വിസ്റ്റഡ് പെയറിന്റെ അത്ര ലോസ് വരത്തില്ല. അടുത്തത് മൈക്രോവേവ് ലിങ്ക് എന്ന് പറയുന്നത് അൺഗൈഡഡ് ആണ്. അൺഗൈഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഇടയ്ക്കൊരു വയേർഡ് മീഡിയം കാണത്തില്ല. അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, എർത്തിന്റെ സർഫസിൽ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ട്, റിസീവിംഗ് ആന്റിന ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് ായിരിക്കണം ഈ ട്രാൻസ്മിറ്റിംഗും റിസീവിംഗും ആന്റിന, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി സ്കാറ്ററിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് പറ്റും, അതുപോലെ തന്നെ ലാർജ് ബാൻഡ് വിഡ്ത്ത് പറ്റും. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇത് ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീ സ്പേസ് ലോസസ് ഉണ്ടാവും. ഇത് എയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രീ സ്പേസ് ലോസസ് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും തട്ടി സ്കാറ്ററിംഗ് ആയാലും ഒക്കെ അത് ലോസിനകത്ത് വരും. അപ്പൊ ഇതാണ് മൈക്രോവേവ് ലിങ്ക് എന്ന് പറയുന്നത്, ഒരു അൺഗൈഡഡ് മീഡിയം ട്രാൻസ്മിഷൻ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ്, ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ വരുന്നതിന് മുന്നേ ലോങ് ഡിസ്റ്റൻസ് പോസിബിൾ ആയിക്കൊണ്ടിരുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. അപ്പം എർത്തിൽ നിന്ന് ഒരു സിഗ്നൽ സാറ്റലൈറ്റിൽ പോകുന്നു, സാറ്റലൈറ്റിൽ നിന്ന് തിരിച്ച് ഒരു സിഗ്നൽ എർത്തിലേക്ക് വരുന്നു. അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക്. അപ്ലിങ്ക് എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് പോകുന്നു. ഡൗൺലിങ്ക് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ സാറ്റലൈറ്റിൽ നിന്ന് തിരിച്ച് എർത്ത് സ്റ്റേഷൻ ആന്റിനയിലേക്ക്, റിസീവറിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കിക്കൊണ്ടിരുന്നത്. എപ്പോഴാ? ഈ ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റം വരുന്നതിന് മുന്നേ വരെ. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് ടു പോയിന്റ് ആവാം, പോയിന്റ് ടു മൾട്ടി പോയിന്റ് ആവാം. ഏത് തരം ട്രാൻസ്മിഷൻ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് പറ്റും. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ലാർജ് ബാൻഡ് വിഡ്ത്ത് ആണ്. ജിഗാഹെഡ്സ് റേഞ്ച് വരെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടും. ഡേറ്റ മോണിറ്ററിംഗ് പോസിബിൾ ആണ്, അതായത് എന്താണ്, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ഡേറ്റ പോസിബിൾ ആണ്. പക്ഷെ ഇതിന്റെ ആ ഡിസഡ്വാൻറ്റേജ് ഒരെണ്ണം എന്ന് പറയുന്നത് ലാർജ് ഡിലേ. കാരണം ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് സാറ്റലൈറ്റിൽ ചെന്ന് തിരിച്ച് സിഗ്നൽ എത്തുമ്പോൾ ഡിലേ ഉണ്ടാവും, അതാണ് ലാർജ് ഡിലേ. ഓക്കെ, പിന്നെ ലൈഫ് മോഡറേറ്റ് ആണ്. ഒരു 10 വർഷമൊക്കെ ലൈഫ് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും ആ സാറ്റലൈറ്റ് ഉപയോഗശൂന്യമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇത്. പിന്നെ എന്തെങ്കിലും ഒരു സാറ്റലൈറ്റിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, റിപ്പയർ ചെയ്യാന്ന് പറയുന്നത്
വീണ്ടും ഒരു എന്താണ് സ്പേസ്ഷിപ്പിൽ ആൾക്കാർ പോയി അവിടെ പോയി മെയിൻ്റനൻസ് ചെയ്യേണ്ട. സെൽഫ് മെയിൻ്റനൻസ് ഉള്ള സാറ്റലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസോ എന്തെങ്കിലും ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറോ കൊണ്ട് വേരിയേഷൻ വരികയാണെങ്കിൽ സാറ്റലൈറ്റ് നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് പീരിയോഡിക് ആയിട്ടുള്ള റിപ്പയറിങ്ങോ മോണിറ്ററിങ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്സ് വിത്തിൻ ദ സാറ്റലൈറ്റ് എന്താണോ ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ എന്താണ് പോയി നോക്കി മനസ്സിലാക്കി നന്നാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സാറ്റലൈറ്റിൽ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. ഒരു കമ്പാരിസൺ ആണ്. കാരണം നമ്മൾ സാറ്റലൈറ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളൊരു കമ്പാരിസൺ ഇവിടെ വെച്ചത്. ഇതിൽ സാറ്റലൈറ്റ് ആണെങ്കിൽ പോയിന്റ് ടു മൾട്ടി പോയിന്റ്, അതായത് ഒരു സാറ്റലൈറ്റിൽ നിന്ന് ഡിഫറെന്റ് റിസീവിംഗ് ആന്റിനാസിലേക്ക് നമുക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഫൈബർ ഒപ്റ്റിക്സ് ആണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല, പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്മിഷനേ ഉള്ളൂ. പിന്നെ ബാൻഡ്വിഡ്ത്തിന്റെ കേസിൽ സാറ്റലൈറ്റിനെ കാട്ടിലും ബാൻഡ്വിഡ്ത്ത് എന്തിനുണ്ട്, നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സാറ്റലൈറ്റ് ജിഗാഹെഡ്സ് റേഞ്ചിലാണെങ്കിൽ നമ്മൾ ടെറാഹെഡ്സ് റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ്, അതായത് മെയിൻ്റനൻസ് അധികം ഇല്ലാത്ത രീതിയിലായിരിക്കും സാറ്റലൈറ്റിന്റെ കൺസ്ട്രക്ഷൻ. മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോയി പെട്ടെന്ന് നന്നാക്കി വരാനുള്ള ഒരു കാര്യം പോസിബിൾ അല്ല. സോ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കും സാറ്റലൈറ്റ് അവിടെ കൊടുക്കുന്നത്. എല്ലാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടീഷൻസും ടെമ്പറേച്ചർ കണ്ടീഷൻസും എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും സാറ്റലൈറ്റിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ലൈഫ് പറഞ്ഞേക്കും, ഇത്ര നാൾ അത് വർക്ക് ചെയ്യും എന്നുള്ളത്. പിന്നെ അതിന്റെ ചാർജിങ്ങും ഇതൊക്കെയാണെങ്കിൽ ബാറ്ററി സോളാർ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇത് ഒപ്റ്റിക്കൽ ഫൈബർ ആണെങ്കിൽ നമ്മൾ മണ്ണിനടിയിൽ കൂടിയൊക്കെയാണ് കുഴിച്ചിടുന്നത്. സോ എന്താണ്, ഈ ആനിമൽസ് ബറി ചെയ്യുന്ന ആനിമൽസ് ഒക്കെ വന്ന് അതിനെ നശിപ്പിക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ കൂടുതലുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വേണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലൈഫാണ്. സാറ്റലൈറ്റിന് ഷോർട്ട് ലൈഫാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നതുകൊണ്ട് ഫൈബർ ഒപ്റ്റിക്സിന് ലൈഫ് കൂടുതലാണ്. അടുത്തത് അപ്ഗ്രേഡബിലിറ്റി. നമുക്ക് സാറ്റലൈറ്റ് യൂഷ്വലി ചെന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും, ഒരു പർപ്പസിന് വേണ്ടി ഇട്ട സാറ്റലൈറ്റ് അത് തന്നെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്ഗ്രഡേഷൻസ് ഒന്നും പോസിബിൾ അല്ല മെയിൻലി. പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് ആണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്താണെങ്കിൽ മൊബൈൽ മൂവിങ് ആണ്, എയറിൽ സീയിലൊക്കെ നമുക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ് ത്രൂ സാറ്റലൈറ്റ്. ഇവിടെ ഫൈബർ ഒപ്റ്റിക്സിലാണെങ്കിൽ ഗ്രൗണ്ടിൽ പറ്റും, അണ്ടർ വാട്ടർ ട്രാൻസ്മിഷൻ പറ്റും, ഏരിയൽ ട്രാൻസ്മിഷനും പറ്റും. അപ്പൊ ഇത് ഇത്രയുമാണ് കമ്പാരിസണിൽ വരുന്നത്. അടുത്തത് നമ്മൾ എന്ത് ടൈപ്പ് വേവ് ആണ് ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെയിൻലി അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റ് ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം വിബ്ജിയോർ എന്ന് പറയുന്ന സ്പെക്ട്രം വരുന്നതാണ് വിസിബിൾ ലൈറ്റ്. ഇറ്റ് കംസ് ബിറ്റ്വീൻ ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാ വയലറ്റ് റീജിയൻ അല്ലേ. അതിന്റെ ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്, ഒരു വേവ് ലെങ്ത് നാനോമീറ്റർ 480 to 760 നാനോമീറ്റർ ആണ്. മെയിൻലി 400 to 700 നാനോമീറ്റർ എന്ന് റഫ്ലി പറയും. ഓക്കെ, അതാണ്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന് ആ വിസിബിൾ ലൈറ്റ് റീജിയൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. സോ ഡേറ്റ നമുക്ക് ട്രാൻസ്മിഷൻ, കൂടുതൽ എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി യൂസേഴ്സിന് അതിനകത്തോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വൈഡ് ബാൻഡ് വിഡ്ത്തിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10⁻13 to 10⁻16 ഹെർട്സ് വരെ പോകും. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്, ലോങ് ഹോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നത്, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഒരു നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള സിലിക്ക മെറ്റീരിയൽ കൊണ്ടാണ്. സോ നമുക്ക് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫിയറൻസോ ഒന്നും അതിനകത്ത് വരത്തില്ല. ക്രോസ് ടോക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ വളരെ കൂടുതലാണ്, വളരെ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട്. പിന്നെ സിഗ്നൽ സെക്യൂരിറ്റി കൂടുതലാണ്, ക്രിപ്റ്റഡ് ആണ്. അതായത് എന്താണ്, നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സ്മോൾ സൈസ്, ലോ വെയിറ്റ്, ദെൻ എൻഹാൻസ്ഡ് സേഫ്റ്റി കൂടുതലാണ്, ലോ കോസ്റ്റ് ആണ്. ലോ കോസ്റ്റ് ഇൻ ദ സെൻസ് ഇൻസ്റ്റലേഷന് നല്ല കോസ്റ്റ് ഉണ്ട്, പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അത് ലോങ് ലൈഫ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ കോസ്റ്റ് അതായത് ഇപ്പൊ സാറ്റലൈറ്റിന് 10 വർഷത്തേക്ക് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഇത് ലൈഫ് ലോങ് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഇതിന് കോസ്റ്റ് കുറവാണ്, പക്ഷെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒക്കെ വളരെ ഹൈ ആണ്. ഒപ്റ്റിക്കൽ വിൻഡോസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു 700 to
നമ്മൾ ഒരു നാനോമീറ്റർ റേഞ്ച് പറഞ്ഞു, അതായത് വിസിബിൾ റീജിയനിലുള്ള റേഞ്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കുറെ റീജിയൻസ്, കുറെ നാനോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കുറെ വേവ് ലെങ്തിന്റെ റീജിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ചില റീജിയൻസ് ഓഫ് വേവ് ലെങ്തിന് നമുക്ക് അറ്റന്വേഷൻ വളരെയധികം കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ വിൻഡോസ് എന്ന് പറയുന്നത്. വിൻഡോ എന്ന് പറയുന്നത് എന്താ, ഒരു അടച്ചിട്ട മുറിയിൽ ഒരു വിൻഡോ തുറന്നു കൊടുത്താൽ ലൈറ്റിന് ഈസി ആയിട്ട് അതുവഴി പോകാൻ പറ്റും വിത്തൗട്ട് എനി അറ്റന്വേഷൻ. അത് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിന് ഒപ്റ്റിക്കൽ വിൻഡോസ് എന്ന് പേരിട്ടേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ വേവ് ലെങ്ത് നമ്മൾ എന്താണ് മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വിൻഡോ, അതായത് ഒരു 850 കുറെ ദൂരം പോയി കഴിഞ്ഞാൽ ഒരു 850 നാനോമീറ്റർ എത്തുമ്പം എന്താണ് ലോസസ് ഒക്കെ വളരെ കുറവാണ്. സോ അതിനെ നമ്മൾ ഫസ്റ്റ് വിൻഡോ എന്ന് വിളിക്കുന്നു. ദെൻ 1310 നാനോമീറ്റർ വരുമ്പോഴത്തേക്കും അതിനെ സെക്കൻഡ് വിൻഡോ എന്ന് വിളിക്കുന്നു. അടുത്ത വീണ്ടും കുറച്ചുകൂടി ട്രാവൽ ചെയ്യുമ്പോൾ 1550 നാനോമീറ്റർ വരുമ്പോഴും എന്താണ് ലോസ് കുറച്ച് കുറവാണ്. സോ അത് മൂന്നുമാണ് നമ്മുടെ ഫസ്റ്റ് വിൻഡോ, സെക്കൻഡ് വിൻഡോ ആൻഡ് തേർഡ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഗ്രാഫിക്കലി കാണിച്ചിരിക്കുന്നതാണ് ഈ ഫിഗർ. ഇത് ഫസ്റ്റ് വിൻഡോ 850 നാനോമീറ്ററിലുണ്ട്, ലോസ് ഇതാ കുറഞ്ഞു വരികയാണ്, പിന്നെ ലോസ് കുറച്ച് കൂടുന്നു, ഇവിടെ എത്തിയപ്പോ ലോസ് നല്ല കുറയുന്നു. സോ അത് ഇതിനകത്ത് ഒപ്റ്റിക്കൽ വിൻഡോസിന്റെ ഒരു എന്താണ് ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. അതിനകത്ത് ലോസ്, ഇവിടെ ഈ വൈ ആക്സിസ് കൊടുത്തേക്കുന്ന അറ്റന്വേഷൻ ആണ്. അറ്റന്വേഷൻ എന്ന് പറയുന്നത് ലോസ് ആണ്. ലോസ് കുറഞ്ഞു വരുന്ന കുറച്ച് റീജിയൻസ് ആണ് വിൻഡോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വിൻഡോ ഉണ്ട്, സെക്കൻഡ് വിൻഡോ ഉണ്ട്, തേർഡ് വിൻഡോ ഉണ്ട്. ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഇനി അടുത്ത നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ. ഇതാണ് മെയിൻ കമ്പോണന്റ് ഓഫ് ഫൈബർ കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് നമുക്ക് കണ്ടാൽ അറിയാം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, ഒരു കേബിൾ ആണ്. ആ കേബിളിന്റെ ഏറ്റവും അകത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗ്ലാസ് കോർ ആണ്. ഗ്ലാസ് കോർ എന്ന് പറയുന്നത് സിലിക്ക വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ ഉള്ള ഒരു എന്താണ് സോളിഡ് മെറ്റീരിയൽ ആണ്. പിന്നെ അതിന് ചുറ്റുമുള്ള റീജിയനെ നമ്മൾ ഗ്ലാസ് ക്ലാഡിംഗ് എന്ന് പറയും. ഇത് രണ്ടുമാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മെയിൻ പോർഷൻ. ഈ പ്ലാസ്റ്റിക് ബഫറും ഔട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നമ്മുടെ സ്ട്രെങ്തനിങ് മെമ്പർ ആണ്. അതായത് നമ്മുടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ, ഈ ഫൈബറിന് ഒരു പ്രൊട്ടക്ഷൻ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തായി പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് ബഫർ ആസ് വെൽ ആസ് ഔട്ടർ ജാക്കറ്റ് ഇസ് പ്രൊവൈഡഡ്. ദെൻ നെക്സ്റ്റ് ഇത് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഇസ് നോർമലി ഇൻ സിലിണ്ടറിക്കൽ ഫോം. ഇതിനകത്തൂടെ ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പാരലൽ ടു ആക്സിസ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. രണ്ട് മെയിൻ റീജിയൻസ് ആണുള്ള, ഒന്ന് കോറും ഒന്ന് ക്ലാഡിങ്ങും. കോറിന്റെ റേഡിയസ് എ ആണ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. ജനറലി N1 എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. ക്ലാഡിങ് ഒരു സോളിഡ് ഡൈഇലക്ട്രിക് ആണ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. അപ്പൊ നമ്മൾ കോർ ക്ലാഡിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ N1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ N2. N1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ N2. പിന്നെ ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന വെച്ചിട്ടാണ് ഇതിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇനി എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് രണ്ട് മീഡിയം എടുക്കുകയാണ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ഉള്ള രണ്ട് മീഡിയം. N1 എന്ന് പറയുന്ന വാട്ടർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതും N2 എയർ എന്ന് പറയുന്ന ഒരു മീഡിയം. അതായത് വാട്ടറിൽ നിന്ന് ഇൻസിഡന്റ് റേ എയറിലേക്ക് പോവുകയാണ്. അതൊരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും കോറിൽ നിന്ന് ക്ലാഡിങ്ങിലേക്ക് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വാട്ടറിൽ നിന്ന് എയറിലോട്ട് വരച്ചിരിക്കുന്നത്. അപ്പൊ θ1 എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ആംഗിളില് നമ്മുടെ അതായത് θ1 എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ആംഗിളില് ഒരു റേ വരികയാണെങ്കിൽ അത് ബൗണ്ടറിയിൽ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നേരെ അങ്ങ് പോകത്തില്ല. എന്ത് ചെയ്യും, കുറച്ചൊരു ആംഗിൾ ഡിഫറൻസിൽ റിഫ്രാക്റ്റഡ് റേ ആയിട്ട് പോകും. അതാണ് നോർമലി നടക്കുന്നത്. ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന. ഇനി നമ്മുടെ ഈ θ1 എന്ന് പറയുന്ന ആംഗിൾ ഒരു ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആവുകയാണെങ്കിൽ, θc എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആവുകയാണെങ്കിൽ ഈ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ഇൻസിഡന്റ് ആംഗിൾ എന്നുണ്ടെങ്കിലാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നത്, ടോട്ടലി ആ
ഫസ്റ്റ് മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഡെൻസർ ടു റെയറർ മീഡിയം ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻസിഡന്റ് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ ആ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ക്രിട്ടിക്കൽ ആംഗിൾ എത്ര എന്ന് അറിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി ഹയർ ആയിട്ടുള്ള ഒരു ആംഗിളിൽ നമ്മൾ എന്തോ ചെയ്യണം, അതിനെ ഇൻസിഡന്റ് ചെയ്യണം. അപ്പൊ ആ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നെൽസ് ലോ യൂസ് ചെയ്യുന്നത്. സ്നെൽസ് ലോ പറയുന്നതെന്ന് വെച്ചാൽ n1 sin θ1 is equal to n2 sin θ2. n1 എന്ന് പറയുന്ന ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, θ1 ഇൻസിഡന്റ് ആംഗിൾ, n2 എന്ന് പറയുന്ന സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, θ2 എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ ഇതിനകത്ത് θ2 ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന സമയത്താണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിട്ട് മാറുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ θ2ന് 90 ഇടുന്നു. θ2ന് 90 ഇടുമ്പോൾ ഇൻസിഡന്റ് ആംഗിൾ എന്തായിട്ട് മാറും, ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് മാറും. സോ θ2ന് നമ്മൾ 90 ഇട്ടിട്ട് θ1ന് നമ്മൾ θc. θc ഇസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ. ആ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എന്ന് പറയുന്ന വേർഡിനെ ഷോർട്ട് ആക്കിയിട്ടുള്ളതാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. സോ θc നമുക്ക് എന്ത് കിട്ടും, സൈൻ ഇൻവേഴ്സ് n2/n1. n2 എന്ന് പറയുന്ന രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n1 എന്ന് പറയുന്ന ആദ്യത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിൽ n1 കൂടുതലായിരിക്കണം, n2 കുറവായിരിക്കണം. ഇതാണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടിയ ആംഗിളിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവും. അതാണ് സ്നെൽസ് ലോ പറയുന്നത്. അപ്പൊ ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ രണ്ട് കണ്ടീഷൻസ് വേണം. ഒന്ന്, ഇൻസിഡന്റ് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെ ആണെങ്കിൽ ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ മീഡിയം. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്ലാഡിംഗ്. അത് രണ്ടും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ലൈറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ബൈ മീൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി അടുത്തത് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞ ഒരു കോണിക്കൽ ആംഗിളാണ്. നോക്കിക്കേ, ഇതാണ് ആ ആംഗിൾ, കോണിക്കൽ ആംഗിൾ ആണ്. അപ്പൊ അക്സെപ്റ്റൻസ് ആംഗിളിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇൻസിഡന്റ് ആംഗിൾ ഷുഡ് ഓൾസോ ബി ഗ്രേറ്റർ ദാൻ അക്സെപ്റ്റൻസ് ആംഗിൾ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഇൻസിഡന്റ് ആംഗിള് ഈ അക്സെപ്റ്റൻസ് ആംഗിളിനെ കാട്ടിയും കൂടെ കൂടുതലായാൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കൂ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടിയും കൂടുതലായിരിക്കണം ഈ കോണിക്കൽ ആംഗിൾ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആംഗിളിനെ കാട്ടിലും കൂടുതൽ ആയിരിക്കണം. അടുത്ത ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് വെച്ചാൽ എന്തുമാത്രം ലൈറ്റ് ഒരു ഫൈബറിന് കളക്ട് ചെയ്യാം എന്നുള്ളതിന്റെ മെഷർ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഇപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. അതായത് ഒരു ഫൈബർ ആണ് ഈ വരച്ചേക്കുന്നത്. ഫൈബറിന്റെ നടുകെ ക്രോസ് സെക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. നടുവിനുള്ള ക്രോസ് സെക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഭാഗം എന്ന് പറയുന്ന കോറ്, ഈ ഔട്ടർ വരച്ചിരിക്കുന്ന റെക്ടാംഗിൾ രണ്ടും ക്ലാഡിംഗ് ആണ്. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. എയറിൽ നിന്നാണ് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, എയറിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, θ1 എന്ന് പറയുന്നതാണ് ഇൻസിഡന്റ് ആംഗിൾ, θ2 എന്ന് പറയുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾ ആണ്. അപ്പൊ ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ എന്ന് പറയുന്നത് സ്നെൽസ് ലോയിൽ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ n1 sin θ1 എന്നല്ല കൊടുക്കുന്നത്, കാരണം എയറിൽ നിന്ന് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0 ആയതുകൊണ്ട് n0 sin θ1 is equal to n1 sin θ2. ഓക്കെ, n1 ആണ് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഏത് മീഡിയത്തിൽ നിന്ന് എൻ്റർ ചെയ്യുന്നു, ഏത് മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്നു, ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ n0 to n2 ആണ് എൻ്റർ ചെയ്യുന്നത്, ഇല്ല n1 ആണ് എൻ്റർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ n0 sin θ1 is equal to n1 sin θ2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഒരു ആംഗിള്, ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഈ പടത്തിൽ ABC എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ഉണ്ട് അല്ലേ. ഇതിൽ ആംഗിൾസ് എന്ന് പറയുന്ന ഒന്ന് θ2 ഉണ്ട്, ഒന്ന് φ ഉണ്ട്, ഒരെണ്ണം നോർമൽ ആണ്. അപ്പൊ ആ ട്രയാംഗിൾ ആണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ABC ട്രയാംഗിൾ, θ2 ഉണ്ട്, φ ഉണ്ട്, 90 ഉണ്ട്. അപ്പൊ ഇതിന് 3 ആംഗിൾ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. അതിനകത്തുനിന്ന് ഞാൻ φ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. φ എത്ര കിട്ടും, 90 മൈനസ് θ2 എന്ന് കിട്ടും, or π/2 മൈനസ് θ2. അതിന് θ2 എന്ത് കിട്ടും, π/2 മൈനസ് φ. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഒരു θ2 ഉണ്ട്, അതിനെ ഞാൻ റീപ്ലേസ് ചെയ്ത് π/2 മൈനസ് φ ആക്കുകയാണ്. സൈൻ π/2 മൈനസ് φ എന്താണ്, കോസ് φ ഇല്ലേ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, n0 sin θ1 is equal to n1 cos φ ആയിട്ട് മാറും. നമ്മൾക്കറിയാം കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ φ പ്ലസ് സൈൻ സ്ക്വയർ φ എന്താണ്, 1 ആണ്. അത് വെച്ചിട്ട് ഞാൻ കോസ് ഫൈക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ φ എന്ന് ഇടുന്നു. ഇനി നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ,
ഈ ഒരു ഫൈ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ആയിട്ട് മാറണം ഇല്ലേ? അപ്പൊ സൈൻ ഫൈ സി, സൈൻ ഫൈ സി എന്ന് ഞാൻ മാറ്റുകയാണ് ഇതിനെ. സൈൻ ഫൈ സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? n2 by n1 എന്ന് കിട്ടും. n2 by n1 or phi c is equal to sin phi c നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ക്രിട്ടിക്കൽ ആംഗിൾ is equal to sin inverse of n2 by n1 ആണ്. അതെടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n0 sin theta 1 is equal to n1 into root of sin inverse phiക്ക് പകരം n2 by n1 the whole square. ഇതിനെ ഡിനോമിനേറ്റർ ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? n0 sin theta a is equal to root of n1 square minus n2 square എന്ന് കിട്ടും. ഇനി n0 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇസ് നോർമലി ടേക്കൺ ആസ് 1. അപ്പൊ ഈ n0 1 കൊടുത്തു കഴിയുമ്പോൾ സൈൻ തീറ്റ എ എന്ന് കിട്ടും. അപ്പൊ സൈൻ ഓഫ് അപ്പർച്ചർ ആംഗിൾ തീറ്റ എ എന്ന് പറയുന്നത് അപ്പർച്ചർ ആംഗിൾ ആണ്. സൈൻ തീറ്റ എ ഇസ് ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ വിച്ച് ഈസ് ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് വരും. ഇനി ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ആണ് ബൈ യൂസിങ് എ പാരാമീറ്റർ ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ആണ്. അതായത് എന്താണ്? n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ബൈ 2n1 സ്ക്വയറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ആ ഇക്വേഷൻ എടുത്ത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും NA is equal to ന്യൂമറിക്കൽ അപ്പർച്ചർ is equal to n1 into root of 2 ഡെൽറ്റ. അപ്പൊ ഡെൽറ്റയും കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി പഠിക്കണം. അടുത്തത് മോഡ്സ്, ഫൈബറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫൈബറിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ്സ്. എത്ര മോഡ് ഒരു ഫൈബർ വഴി പാസ് ചെയ്യും അത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിനകത്ത് മോഡ് എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ്, എത്ര റേ ഓഫ് ലൈറ്റ് അതിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നുള്ളത്. ആ വേവ് ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിനെ തന്നെയാണ് വേവ് ഗൈഡ് എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു വേവ് ഗൈഡിൽ കൂടി എത്ര സെറ്റ് ഓഫ് ലൈറ്റ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നുള്ളതാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ മോഡ് ഫൈബേഴ്സും ഉണ്ട്, മൾട്ടി മോഡ് ഫൈബേഴ്സും ഉണ്ട്. അതിൽ സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആണെങ്കിൽ ക്യാൻ പ്രൊപ്പഗേറ്റ് ഓൺലി ദ ഫണ്ടമെന്റൽ മോഡ്. ഒരൊറ്റ ഫണ്ടമെന്റൽ മോഡ് മാത്രമാണ് ഇതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരേ ഒരു മോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നെങ്കിൽ അത് സിംഗിൾ മോഡും, ഹൺഡ്രഡ്സ് ഓഫ് മോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നെങ്കിൽ അത് മൾട്ടി മോഡും ആണ്. ഇവിടെ രണ്ട് പടം കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഇതാണ് സിംഗിൾ മോഡ്, ഒരൊറ്റ വേവ് മാത്രമേ ട്രാവൽ ചെയ്യത്തുള്ളൂ. മൾട്ടി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഒരു യെല്ലോ വേവ് കാണിച്ചിട്ടുണ്ട്, ഒരു ഗ്രീൻ വേവ് കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ അതാണ് സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും. ഇനി വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും. അതായത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനകത്താണെങ്കിൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ n1 എന്ന് പറയുന്ന കോറിന്റെ സെന്ററിൽ നിന്ന് ബൗണ്ടറി വരെ എടുത്താലും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ക്ലാഡിങ്ങിന് n2 എന്ന് പറയുന്ന വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്കും കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ആയിരിക്കും. സെന്ററിൽ കൂടുതലും അത് ബൗണ്ടറിയിലോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് അല്ല, വേരി ആണെങ്കിൽ അത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതെന്ന് പറയുന്ന മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ആണ്. അപ്പൊ കോറ് കുറച്ച് വലുതാണ്. അത് നോക്കിക്കേ, കോറിന്റെ സെന്ററിൽ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള പ്രൊഫൈലാണ്, കൂടുന്നതാണ്. y ആക്സിസ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പ്രൊഫൈലാണ്. അത് നോക്കിക്കേ, കോറിന്റെ സെന്ററിലാവുമ്പോൾ കൂടുതൽ, കോറിന്റെ രണ്ടറ്റത്തും കുറവ്. പിന്നെ ക്ലാഡിങ്ങിലാണെങ്കിൽ കോൺസ്റ്റന്റ് തന്നെയാണ്. ഇനി സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടോ, കോൺസ്റ്റന്റ് ആയിരിക്കും. മൾട്ടി മോഡ് ആയതുകൊണ്ട് കോറിന്റെ ഡയമീറ്റർ ഇത്തിരി കൂടുതലായിരിക്കും. ഇനി സിംഗിൾ മോഡ് ആണെങ്കിൽ ഒരു വേവ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സിംഗിൾ മോഡിൽ ഡയമീറ്റർ ഇത്തിരി കുറവായിരിക്കും, പക്ഷെ എന്താണ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ആയതുകൊണ്ട് എന്താണ്, നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന്റെ ലൈറ്റ് പാത്തും കാണിച്ചിട്ടുണ്ട്. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡ് ആണെങ്കിൽ ഇങ്ങനെ പോവും, സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് ആണെങ്കിൽ ഇങ്ങനെ പോവും, സിംഗിൾ മോഡ് ആണെങ്കിൽ ഒരൊറ്റ വേവ് ഇങ്ങനെ പോവും. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ്. ഇനി അടുത്തത് വി നമ്പർ. വി നമ്പർ എന്ന് പറയുന്നതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, നോർമലൈസ്ഡ് ഫ്രീക്വൻസി. അതെന്ന് പറയുന്നത് എത്ര മോഡ്സ് ഒരു ഫൈബറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്. ഇപ്പൊ ഒരു ഫൈബർ എടുത്തു കഴിഞ്ഞാൽ എത്ര മോഡ്, എത്ര ലൈറ്റ് റേ അതിനകത്തൂടെ പോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വാല്യൂ ആണ് നോർമലൈസ്ഡ് ഫ്രീക്വൻസി ഓർ വി നമ്പർ എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ആണ്, വി നമ്പർ ഇസ് ഈക്വൽ ടു 2πa/λ ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ. അതിൽ എ എന്ന് പറയുന്ന കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്,
NA ന്യൂമറിക്കൽ അപ്പർച്ചർ, ലാംഡ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത്, ഡെൽറ്റ നേരത്തെ പറഞ്ഞു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ്. അത് N1 N2 ഉണ്ടെങ്കിൽ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. N1 എന്ന് പറയുന്ന കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതാണ് V നമ്പർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു V നമ്പർ കിട്ടിയാൽ മോഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ മോഡ് ഇസ് ഈക്വൽ ടു V²/2. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ആണെങ്കിൽ മോഡിന്റെ ഇക്വേഷൻ α/α+2 ഇൻറ്റു V²/2. V നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടുപിടിക്കും 2πa/λ ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ. അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ mg എത്ര മോഡ്സ് ഉണ്ടെന്ന് കിട്ടും. അതിൽ ആൽഫ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ പാരാമീറ്റർ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ, അതായത് നമ്മുടെ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യത്തില്ലേ, ചിലതിന് പാരബോള ആയിരിക്കും, ചിലത് ട്രയാങ്കിൾ ആയിരിക്കും, ചിലത് സ്റ്റെപ്പ് ആയിരിക്കും. അപ്പോൾ പാരാബോള ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂ ഇടണം. ട്രയാങ്കിൾ ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ ഇടണം. സ്റ്റെപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ ഇടണം. അടുത്തത് മോഡ് ഫീൽഡ് ഡയമീറ്റർ. മോഡ് ഫീൽഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫൈബർ എടുത്തു കഴിഞ്ഞാൽ ആ ഫൈബറിന്റെ പ്രോപ്പർട്ടീസിന് പറയുന്ന ഒരു മെഷറാണ് ഈ മോഡ് ഫീൽഡ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൈബറിനകത്ത് ലൈറ്റ് ഫുള്ളി കൺഫൈൻഡ് ആയിരിക്കത്തില്ല, അതിന്റെ കുറച്ച് പോർഷൻ ഈ കോറിന്റെ വെളിയിലോട്ട് പോകും. അപ്പൊ ആ കോറിന്റെ വെളിയിലോട്ട് പോവാതെ എന്തുമാത്രം ഫീൽഡ് കോറിനകത്ത് തന്നെ കൺഫൈൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ മോഡ് ഫീൽഡ് ഡയമീറ്റർ വെച്ച് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെ ഒരു 2 പോയിന്റ്സ് കണ്ടുപിടിക്കും. ആ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫീൽഡ് ഇന്റൻസിറ്റി ഏറ്റവും കൂടുതൽ E0 ആണെങ്കിൽ നമ്മൾ E0 ബൈ സ്മോൾ E² എന്ന് പറയുന്ന 2 പോയിന്റ്സ് 1/E² പോയിന്റ്സ് എന്ന് പറയും, അത് കണ്ടുപിടിക്കും. അതാണ് ഈ പോയിന്റും ഈ പോയിന്റും. അത് തമ്മിലുള്ള വിഡ്ത്ത് ആണ് ശരിക്കും മോഡ് ഫീൽഡ് ഡയമീറ്റർ എന്ന് പറയുന്നത്. 2 ഇൻറ്റു W0, ഒരു സൈഡിലോട്ട് W0, ഇപ്പുറത്ത് W0, അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് മോഡ് ഫീൽഡ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഇനി കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്ന വേറൊരു പാരാമീറ്റർ. കട്ട് ഓഫ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ 2πa/VC ഇൻറ്റു √2 ഡെൽറ്റ. അതിൽ VC എന്ന് പറയുന്നത് കട്ട് ഓഫ് നോർമലൈസ്ഡ് ഫ്രീക്വൻസി ആണ്. VC ഈസ് ഈക്വൽ ടു 2.405.